ഈ മീൻ കറിയെ എന്നും ഒരുപോലെ വെച്ചാൽ എങ്ങനെ ശരിയാവുക? ദേ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, ഇച്ചിരി വെറൈറ്റി ആയിട്ട്. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടി ഒരു മണ്ണിച്ചട്ടി അങ്ങ് അടപ്പയിലോട്ട് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് നല്ല നാടൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതായൊന്ന് അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 4-5 ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിനോടൊപ്പം ഒരു തണ്ട് കറിവേപ്പിലയും കൂടി അങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി എണ്ണയിൽ കിടന്ന് ഒന്ന് വഴലുന്ന സമയത്ത് നമുക്ക് ഒരു 2 തക്കാളി ഇതേ വലിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചത് അതിലേക്കങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി അതോടൊപ്പം ഒരു 4-5 വറ്റൽമുളക് കൂടി ഇതെല്ലാം കൂടി എണ്ണയിൽ കിടന്ന് നന്നായി ഒന്ന് വഴണ്ട് വരണം. ആ തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റായി വരുന്ന വരെ ഈ എണ്ണയിലിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ പൊടിയായിട്ടുണ്ടെങ്കിൽ അതിട്ടാലും മതി. ഞാനിപ്പം ഉലുവയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അത് ഇതിലേക്കിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 2 സ്പൂണോളം മല്ലി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പച്ചമല്ലിയാണ്. ഈ പച്ചമല്ലിയും ഈ വറ്റൽമുളകും ഈ കറിക്ക് ഒഴിവാക്കരുത് കേട്ടോ. അത്രത്തോളം ടേസ്റ്റ് നൽകും നമ്മുടെ ഈ ഒരു മീൻ കറിക്ക് ഈ പച്ചമല്ലിയും മുളകും ഇങ്ങനെ ചേർത്ത് കൊടുത്താൽ. അപ്പോൾ പച്ചമല്ലിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം കൂടി ആ എണ്ണയിൽ കിടന്ന് ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരു ചെറിയ ബൗളിലെ തേങ്ങ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തേങ്ങ അധികം മൂത്ത് വരേണ്ട ആവശ്യമില്ല കേട്ടോ. തേങ്ങ ഒന്ന് ആ പച്ചമണമൊക്കെ പോയി കിട്ടുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ നമ്മളിട്ട് ആ തേങ്ങയൊക്കെ നന്നായി ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ആ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയുടെ ആവശ്യമുള്ളൂ. അത് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഇതോടൊപ്പം നമുക്ക് 1 സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ മല്ലിയും വറ്റൽമുളകും ഒക്കെ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇതൊക്കെ കുറേശ്ശെ ഇട്ടാൽ മതി. അപ്പോൾ 1 സ്പൂണ് മല്ലിപ്പൊടിയും 1 സ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായി ഒന്നും കൂടി വഴറ്റിയെടുക്കണം. ആ തേങ്ങയിലേക്ക് ഇതെല്ലാം ഒന്ന് മിക്സായി വന്നാൽ മതി. ഇപ്പോൾ ഈ ഒരു സമയത്ത് വേണമെങ്കിൽ തീ അങ്ങ് ഓഫ് ചെയ്ത് വെക്കാം കേട്ടോ. ഒരുപാട് തീ ഇട്ട് കഴിഞ്ഞാൽ ഇതങ്ങ് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തീ അങ്ങ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അരച്ചെടുത്ത ആ ഒരു പേസ്റ്റ് നമ്മൾ അതേ തേങ്ങയൊക്കെ വറുത്തെടുത്ത ആ ഒരു ചട്ടിയിലേക്ക് തന്നെ അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് നമുക്കൊന്ന് കലക്കിയെടുക്കാം. എത്രത്തോളം ചാറ് വേണോ അത്രയും വെള്ളം ചേർത്ത് നമുക്കിതൊന്ന് കലക്കിയെടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നമുക്കിതങ്ങ് ഒന്ന് മൂടി വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ഈ ഒരു വലിപ്പത്തിൽ പുളി ആവശ്യമുണ്ട്. ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിലെ പുളി ഞാൻ എടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് വെള്ളത്തിലിട്ട് പിഴിഞ്ഞ് ഇത് ഈ ചാറിനോടൊപ്പം അങ്ങ് ചേർത്ത് ഇനി ഈ കറിക്ക് ആവശ്യമുള്ള ഉപ്പും ചേർത്ത് നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒന്ന് തിള വരണം. അതിന് ശേഷമാണ് നമ്മൾ മീൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇടുന്നത്. നമ്മൾ മീൻ കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. മീൻ കഷ്ണങ്ങളിട്ട് ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇതൊന്ന് തിളച്ച് പറ്റി എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്ന ആ ഒരു പരുവാണ് നമ്മുടെ ഈ കറി റെഡി ആയിട്ടുണ്ടെന്ന് അറിയുന്നത്. അപ്പോൾ ഇതൊന്ന് മൂടി വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റിന് ശേഷം നമ്മുടെ കറി ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. ആ എണ്ണയൊക്കെ മുകളിലൊന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാം. ഇനി മത്തി വാങ്ങുമ്പോൾ ഇതുപോലെ കുറച്ച് വ്യത്യസ്തമായിട്ടൊന്ന് മീൻ കറി ഉണ്ടാക്കി നോക്കാൻ ആരും മറക്കരുത്. കപ്പയുടെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു മീൻ കറിയാണ് ഇത്. ഈ തേങ്ങയൊക്കെ അരച്ച് വെക്കുന്നത് കൊണ്ട് തന്നെ ഒരു 2 ദിവസത്തോളം കേടാവാതിരിക്കുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് അറിയിക്കണം.